അല്ല എനിക്കൊരു ഡൗട്ട്. യെസ്. സാൻഡ്ര ഏത് വർഷമാണ് കല്യാണം കഴിച്ചത്? 2025 ഓ നവദമ്പതിയാ. എത്ര month ആയി ഏപ്രിൽ ഏതാണ് ഡേറ്റ്? ഏപ്രിൽ 26. ഏപ്രിൽ 26. അല്ല ആരാ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തേ? സാൻഡ്രയാണോ ഹസ്ബൻഡ് ആണോ? ഞങ്ങളുടെ റിലേറ്റീവ് വഴി വന്ന ഒരു പ്രപ്പോസൽ. അപ്പോ ഹസ്ബൻഡിന് കൂടെ ഫൈറ്റ് ആയ സാൻഡ്രയുടെ വോയിസ് വെച്ചേ ഹസ്ബൻഡിന്റെ കൗത്താം അങ്ങനെ ക്യൂട്ടാണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഹസ്ബൻഡ് ഇതുപോലെ നീ കുക്ക് ചെയ്താലും പരവായില്ല, പക്ഷെ നിന്റെ വോയിസ് വെച്ച് എന്നെ ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ അടുത്ത് പറയും സംസാരിക്കുമ്പോ നല്ല പാടുന്ന് തോന്നൂല്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഇത്രയും കഴിവുണ്ടെന്ന് മനസ്സിലാവില്ല എന്നല്ലേ സംസാരിക്കുമ്പോ. എനിക്ക് സാൻഡ്രനെ കാണുമ്പോ ഒരു സോഫ്റ്റ് കോർണർ മേ ബി നമ്മൾ 2K കിഡ്സ് ആയതുകൊണ്ടായിരിക്കും. അതായിരിക്കും. ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് പറയും? ഇത് അവിടെയും പറയുന്നുണ്ടായിരുന്നല്ലോ 2K kid. നമ്മളൊക്കെ ജെൻസിയാ അല്ലേ? ഒരു മിനിറ്റ്, താനേത് ജെൻസ് അല്ലേ? അതൊക്കെ അതിനോട് സീനാണെന്ന് എനിക്ക് ഇല്ല തോന്നുന്നില്ല. അങ്ങനെയല്ല, എനിക്ക് എന്താണെന്നറിയില്ല, ഒരു എന്നെ പോലെ ഒരു പ്രായമുള്ള ഒരു കുട്ടി ഈ ഏപ്രിലിൽ കല്യാണമായി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ എനിക്ക് ഒരുമാതിരി ഒരു ചേച്ചി ഈ ജീവിതം ഞാൻ കല്യാണം ആലോചിക്കാൻ റെഡിയാണ്. ആ ഈ കുഞ്ഞ് സമ്മതിക്കില്ല, അവള് തേടിക്കൊള്ളാൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ല, ഞാൻ എവിടെ പോയി കല്യാണം എങ്ങനെ ഒരു മാപ്പിളയാണോ വേണ്ടത്? നീ ഇപ്പൊ ഒന്ന് രണ്ട് പേര് തേടിയില്ലേ? ഏയ്, അത് പറയരുത്. എങ്ങനെ ഒരു മാപ്പിളയാണ് വേണ്ടത് ശിവ? അയ്യോ, എനിക്ക് നമുക്ക് വയ്യ, തൃശ്ശൂർ എന്റെ ഭാഗത്തുള്ളവരുണ്ടോ? എനിക്ക് എനിക്ക് ഈ ഷോയിലും കൂടെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇതും കൂടെ തികഞ്ഞ് എനിക്ക് വയ്യ. ഇവനെ കൊണ്ട് എവിടെ പോയാലും ഇത് തന്നെ. ഇത് ഞാൻ കാര്യം അന്വേഷിക്കുന്നതല്ലേ. ആ അതായത് എന്താ മാതിരി മാപ്പിള വേണം ഉനക്ക്? എനിക്കൊരു 5 അടി 11 ഇഞ്ച് വേണം. 5 5 അടി 11 ഇഞ്ച്. അത് 6 ആയാൽ എന്താ കുഴപ്പം? ഈ കുട്ടിക്ക് 5 അടി 15 തന്നെ. ഇനിയിപ്പോ നമുക്ക് ഇല്ല, ഓരോ പയ്യന്മാരെ അത് വിളിച്ച് ഇല്ല, അത് അല്ല, ഇഞ്ചെടുത്ത് ഞാൻ ഞാൻ മുന്നേ പറയട്ടെ. പറഞ്ഞിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് തരണം. ബിജിക്ക് ഉദ്ദേശം മനസ്സിലാവാത്തോണ്ടാ. ഒരു 2 മിനിറ്റ് ഇപ്പൊ ശരിയാക്കി ഇല്ല, ഞാൻ പറയാം. 5 അടി 11 ഇഞ്ച് കുറച്ച് നന്നാ ഇരിക്കുന്നു. ഹു ക്യാരീസ് ഹിംസെൽഫ് വെൽ, അതൊന്ന്. പക്ഷെ ഇത് 4-മത്തെ 5-മത്തെ പോയിന്റാ. ഫസ്റ്റ് പോയിന്റ് എമോഷണലി സെക്യൂർ ആയിരിക്കണം. അങ്ങനെ പറഞ്ഞ അടുത്തത് അതെനിക്ക് മനസ്സിലായി. പുള്ളിക്കാരൻ ആരാ, എന്താ, ഞാൻ ആരാണ്, ഞാൻ എന്തൊക്കെ സാധിക്കാൻ പറ്റും, അവൻ ആരാന്ന് അവന് പോലും അറിഞ്ഞൂടാ. ഇതാ നീ ആർക്ക് വേണ്ടിട്ട് സംസാരിക്കണം? എവിടെയോ ഒരു മാപ്പിളൊക്കെ എടുക്കുന്നു. ആ മാപ്പിളനെ എന്തിനിങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി നോക്കുന്നത്? ഇമോഷണലി സെക്യൂർ ആയിരിക്കണം. സെക്കൻഡ് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വെരി സപ്പോർട്ടീവ് കുറെ ബോയ്സ് ഉണ്ട് ഇപ്പൊ. വീട്ടിൽ കുക്ക് ചെയ്യണ്ടേ, ഇനി കരിയർ ഒന്നും പ്രയോറിറ്റി പുതിയ പിള്ളേരൊക്കെ മാറിയെന്ന്. അങ്ങനെ പണ്ടത്തെ ചിന്താഗതി ഒന്നും ഇല്ല. അങ്ങനെ ഉണ്ട്. ഉണ്ടോ? അല്ല, നമ്മുടെ മ്യൂസിക്കൽ വൈഫ് എല്ലാം അതിന് ഉദാഹരണമാണ്. കണ്ടില്ലേ അവരെല്ലാരും വിട്ടിരിക്കുന്ന ഇപ്പൊ സെൽഫായിട്ട് കുക്ക് ചെയ്യുന്ന എത്ര നല്ല പിള്ളേരുണ്ടെന്നറിയോ? അല്ല, ഇല്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് അറിയില്ല. 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ഫുഡ് റെഡി. അപ്പൊ ഡെയിൻ വന്ന് എങ്ങനെ വേണമെങ്കിലും പൊഴച്ചിക്കും. ആ പിന്നെ ഉറപ്പായിട്ടും. എന്താ പറഞ്ഞത്? ജീവിക്കും. എങ്ങനെ വേണമെങ്കിലും നീ ജീവിക്കും. കുക്ക് ചെയ്യാൻ അറിയോ ഡെയിന്? ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി വന്ന കുക്കല്ല. കുക്ക് ചെയ്യും. ബേസിക്കലി എന്റെ ബ്ലഡില് ഒരു ഷെഫ് ഉണ്ട്. സോ എനിക്ക് ഇങ്ങനത്തെ കാറ്റഗറി വേണം. ഓക്കെ. ഹോപ്പ്ഫുള്ളി സോ അതാണ് എനിക്കൊരു ക്യൂരിയോസിറ്റി. ഞാൻ വെളിയിൽ നിമിഷ ചേച്ചിയെ കണ്ടപ്പോ ഈ കുട്ടി ഉണ്ടായ എങ്ങനെയാണ് അതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ സാൻഡ്രയെ കാണുമ്പോ അതും ഒരേ പ്രായം, അങ്ങനെ നോക്കുമ്പോ എങ്ങനെയുണ്ട് കല്യാണ ജീവിതം? ആക്ച്വലി നമ്മളെ പാർട്ട്ണറിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ശരി, സാൻഡ്രയുടെ കല്യാണ ജീവിതം എങ്ങനെയുണ്ട്? ഞാനും ഇതേപോലെയായിരുന്നു. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രീഡം, അത് ഇത്. ഇപ്പത്തെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. എവിടെയുണ്ട് ആള് ദുബായിലോ. അല്ല ശിവാംഗി, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. മീഡിയ ഫീൽഡ് എന്നുള്ള ആള് തന്നെയാണ് അങ്ങനെ വേണോ അതോ? ഇതിപ്പോ പറഞ്ഞു വരുമ്പോ ഇതിപ്പോ നീ എന്നെ ഉദ്ദേശിക്കുന്ന പോലെ മീഡിയ ഫീൽഡ് ഒന്നുമില്ല. ഞാൻ ഈ വേദി മാനിഫെസ്റ്റേഷൻ ഒരു വേദിയായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകും. എക്സാക്ട്ലി അതാണ് നമ്മളും പറഞ്ഞു വരുന്നത്. എന്താന്നാ, എനിക്ക് 2026 എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം നടക്കാൻ പോവാണ് ഡിസംബറിൽ. സോ ആ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണത്തിന് എനിക്ക് ഒരാളെ കൂട്ടിയിട്ട് പോണെന്ന് ഞാൻ മാനിഫെസ്റ്റ്. എവിടെയാ കല്യാണം? എവിടെ നടക്കുന്നേ? കല്യാണം രാമേശ്വരത്തിന്റെ അടുത്ത് കീഴക്കരയിൽ. രാമേശ്വരം അവിടെയാണ്. അതിനുള്ളിൽ ഒരു ബോയ് ഫ്രണ്ട് ആവണം. ഞാനും പ്രാർത്ഥിക്കാം. നമ്മുടെ ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള ആളെയാണോ നോക്കുന്നത്? ആണോ? എനിക്ക് വന്ന് ചെന്നൈ പീപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെന്നൈയിൽ ബേസ് ചെയ്ത മലയാളി കൂടെ എനിക്ക് പ്രശ്നമല്ല. ബിക്കോസ് ചെന്നൈയിൽ വളർന്ന മൈൻഡ് സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒല്ലൂര് വിട്ടൊരു സ്ഥലത്തേക്ക് പോയിട്ടില്ല, അതുകൊണ്ട് ആ മൈൻഡ് സെറ്റ് എന്തോ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒല്ലൂര് വിട്ടിട്ട് തൃശ്ശൂരിട്ട് അവിടെ എത്തി.